ഹായ് ഗായ്സ്, സുഖമാണോ? അപ്പം നമ്മളിന്ന് പോകുന്നത് ഒരു പള്ളിയിലോട്ടാണ്. കാരണം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് പോകുന്നത്. കുറേ നാൾ രാജചേച്ചി ഇങ്ങനെ പറഞ്ഞു പള്ളിയിൽ പോകാം. പിന്നെ സ്നേഹ ചേച്ചിക്കും ഇൻട്രസ്റ്റിംഗ് ആയി പള്ളിയിൽ പോകാമെന്ന് കരുതി. കാരണം നമുക്കിവിടെ അങ്ങനെ പള്ളിയിലോട്ടോ അമ്പലത്തിലോട്ടോ നമ്മൾ വീട്ടിലാണെങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ അങ്ങനെ പോകാറൊന്നും ഇല്ലാത്തതുകൊണ്ടും സമയം കിട്ടാത്തത് കൊണ്ടും ഒക്കെ നമ്മൾ കരുതി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇത്. ഇന്നൊരു അവധി ദിവസമായിരുന്നു, എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു പോകുമായിരുന്നു. ഒത്തിരി നമ്മൾ തലേദിവസമൊക്കെ ഇരുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകത്തില്ല. പക്ഷെ സഡനായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. കാരണം ഇച്ചിരി ദൂരമുണ്ട്, ടാക്സിയൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി അങ്ങനെ ഞങ്ങൾ പോകുന്നത് മാലിക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ബസ്സിൽ കയറി ലാസ്റ്റ് സ്റ്റോപ്പ് തന്നെയായിരുന്നു മാലി. അതുകൊണ്ട് വലിയ ഡൗട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഡൗട്ട് വന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴായിരുന്നു. ഒന്നും അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരോട് ചോദിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെയും മനസ്സിലാവാത്തതുകൊണ്ട് ഒരാളോട് ചോദിച്ചു പള്ളിയിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ പറഞ്ഞു തന്നു ഞങ്ങൾക്ക് വഴിയൊക്കെ. എന്നാലും നമ്മൾ കണ്ടുപിടിച്ച് ദൂരം തോന്നി. ഒട്ടും ഞങ്ങൾക്ക് ഈ വഴി ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇതിലൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചല്ലേ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വഴിയൊക്കെ തെറ്റിയായിരുന്നു. ഇറങ്ങിയതല്ലേന്ന് ഓർത്തു പിന്നെ നമ്മൾ തിരിച്ചു പോരാനും മനസ്സിൽ തോന്നിയില്ല. പള്ളിയിൽ പോയിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. അവിടുത്തെ മനുഷ്യരുടെ നോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്തത്. ഇത് ഫസ്റ്റ് ടൈമാണ് കുവൈറ്റിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ വരുന്നത്. മാഷാ അല്ലാഹ്, ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ സ്വർഗ്ഗമാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇതുള്ളൂ. ബൈ ഗായ്സ്.